ബി, ബീൻ, ബീങ് ഇത് മൂന്നും ഇംഗ്ലീഷിൽ എന്തോ കടുകട്ടിയുള്ള കാര്യമാണെന്നാണ് പലരും കരുതുന്നത്. പക്ഷെ അങ്ങനല്ല കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആ ഒരു ബേസ് ക്ലിയർ ആണെങ്കിൽ ഇത് മൂന്നും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത് ഇത് മൂന്നും വെച്ച് എങ്ങനെയാണ് സെന്റൻസസ് തുടങ്ങുന്നത്, എപ്പോഴാണ് അങ്ങനെ സെന്റൻസസ് തുടങ്ങേണ്ടി വരുന്നതെന്നാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ പലർക്കും ബീയിങ് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളത്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പിന്നെ ഈ ലെസന്റെ അവസാനം ഞാനൊരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്. അതിലത്തെ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പിക്കാം. അപ്പൊ ആദ്യം ഈ ബി എന്ന് പറയുന്നത് ഒരു വില്ലൻ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ വരുക എന്നുള്ളത് വാക്കുണ്ടല്ലോ, അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? കം എന്നല്ലേ. അതേപോലെ പോവുക എന്നുള്ളതിന് ഗോ എന്ന് പറയും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ കം, ഗോ എന്നൊക്കെ പറയുന്നത് പ്രവൃത്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേർബ്സ് എന്നാണല്ലോ നമ്മൾ വിളിക്കുക. അതേപോലെ തന്നെ ഒരു വാക്കാണ്, ഒരു വേർബാണ് ഈ ബി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആയിരിക്കുക എന്നാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ബി എന്ന് പറയുന്നതിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആദ്യം ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. സാധാരണ ഒരു വേർബാണ് ബി. പിന്നെ കം, ഗോ എന്നൊക്കെ പറയുന്ന വേർബിന്റെ കൂടെ നമ്മൾ ING ചേർക്കുമല്ലോ. കമ്മിങ്, ഗോയിങ് എന്നൊക്കെ പറയില്ലേ. അതേപോലെ ബിയുടെ കൂടെ ING ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ബീയിങ് കിട്ടുന്നത്. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് എപ്പോഴാണ് ഈ ബീയിങ് വെച്ച് സെന്റൻസസ് തുടങ്ങുന്നത് എന്നുള്ളതിന്റെ ആദ്യത്തെ ആ ഒരു പോയിന്റ് നോക്കാം. മലയാളത്തിൽ ഞാൻ പറയാണ്, പേരന്റ് ആയിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ ഞാൻ മനഃപൂർവ്വമാണ് ആ പേരന്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾക്ക് ആ സെന്റൻസ് വരുന്ന രീതി മനസ്സിലാക്കാൻ എളുപ്പമാവുക. അപ്പൊ ഇത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബീയിങ് എ പേരന്റ് ഇസ് നോ സ്മോൾ തിങ്. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇപ്പോ പേരന്റ് ആയിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് അതൊരു ചെറിയ കാര്യമല്ല എന്ന്. അപ്പൊ ബീയിങ് എ പേരന്റ് ഇസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞു ബീയിങ് എ പേരന്റ് ഇസ് നോ സ്മോൾ തിങ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബീയിങ് കഴിഞ്ഞു വന്ന എന്താന്ന് നോക്കൂ. ബീയിങ് എ പേരന്റ്. ഈ പേരന്റ് എന്ന് പറയുന്നത്, അതായത് മാതാവോ പിതാവോ, അത് ഒരു നൗൺ ആണല്ലോ. അപ്പൊ ഇവിടെ ബീയിങ് കഴിഞ്ഞു വന്നത് ഒരു നൗൺ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാനിവിടെ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സത്യം പറയുകയാണ് അല്ലെ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പേരന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് പറയുന്നത് ഒരു ഫാക്ട് മാത്രമാണ്. അപ്പൊ ഇവിടെ ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് മാത്രമാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ എന്തിന്റെയെങ്കിലും ഒരു കാരണമോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഈ ബീയിങ് എ പേരന്റ് എന്ന് പറയുന്നില്ലേ, അത് മുഴുവനുമാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക. എന്ന് വെച്ചാൽ എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഹെൽത്ത് ഈസ് നോ സ്മോൾ തിങ്. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. അവിടെ ഹെൽത്ത് എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ്. നമ്മൾ ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു വാക്കാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നത്. പക്ഷെ ഈ ഒരു സെന്റൻസിൽ ഞാൻ പറഞ്ഞത് പേരന്റ് ആയിരിക്കുക, ആയിരിക്കുന്നത്. അപ്പൊ ബീയിങ് എ പേരന്റ് എന്ന് പറഞ്ഞതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ ആ സെന്റൻസ് എങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒരു സ്ഥലത്തും നിർത്തലോ ഒരു പോസ് അല്ലെങ്കിൽ ഒരു കോമയോ ഒന്നും വന്നിട്ടില്ല. ബീയിങ് എ പേരന്റ് ഇസ് നോ സ്മോൾ തിങ് എന്ന് ഒറ്റ സെന്റൻസ് ആയിട്ട് ഞാനങ്ങ് പറഞ്ഞു. അവിടെ ഒരു കോമ പോലും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് നോക്കൂ. ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കുന്നതിന് ഗുണവും ദോഷവും ഉണ്ട്. അപ്പൊ മലയാളത്തിൽ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കുന്നതിന് ഗുണവും ദോഷവും ഉണ്ട്. അപ്പൊ ആയിരിക്കുന്നത് ബീയിങ് വരണമല്ലോ. എന്ത് പറയും? ബീയിങ് എ പെർഫെക്ഷനിസ്റ്റ് ഹാസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. മനസ്സിലായോ? ഗുണവും ദോഷവും, അതിനാണ് നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് പോലെ അത് ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത് കേട്ടോ. അപ്പൊ ഇവിടെയും ബീയിങ് എ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. മനസ്സിലായോ? അപ്പൊ ബീയിങ് കഴിഞ്ഞ് വന്നത് എന്താന്ന് നോക്കൂ. ഇവിടെ നൗൺ തന്നെയാ വന്നത് അല്ലെ. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന അത് ഒരു നൗൺ ആയിട്ടാണ് വരുന്നത്, പെർഫെക്ഷനിസ്റ്റ് ആയ ഒരു വ്യക്തി. അപ്പൊ അവിടെ ബീയിങ് എ പെർഫെക്ഷനിസ്റ്റ് ഹാസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. അവിടെയും ഒരൊറ്റ സെന്റൻസ് ആയി ഒരു കോമയോ ഒന്നുമില്ലാതെ നമ്മൾ ആ ഒരു ജനറൽ ആയിട്ടുള്ള ട്രൂത്ത് പറഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ മലയാളത്തിൽ പറയുന്നത് നല്ലൊരു ശ്രോതാവായിരിക്കുന്നത് ഒരു വലിയ ഗുണമാണ്, ഒരു വലിയ ക്വാളിറ്റി ആണ് എന്നാണ്. അതെങ്ങനെയാ പറയുക? നല്ലൊരു ശ്രോതാവായിരിക്കുന്നത്, നല്ലൊരു കേൾവിക്കാരനായിരിക്കുന്നത്. അവിടെ നമ്മൾ ബീയിങ് വെച്ച് തുടങ്ങണ്ടേ? ശ്രമിച്ചു നോക്കൂ. ബീയിങ് എ ഗുഡ് ലിസ്ണർ ഇസ് എ ഗ്രേറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെയും ആ ബീയിങ് എ ഗുഡ് ലിസ്ണർ എന്ന് പറഞ്ഞില്ലേ, അതാണ് സബ്ജക്റ്റ് അല്ലെ. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അപ്പൊ ഇത്രയും നേരിട്ട് ഞാൻ പറയുന്നുണ്ട്, ആദ്യം വന്ന ആ ഒരു ഫ്രേസ് ബീയിങ് എ ഗുഡ് ലിസണർ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് സബ്ജക്റ്റ് എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസസിൽ ഇവിടുത്തെ ആ വേർബ് ഏതാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായോ അത്? ഇവിടുത്തെ വേർബ് ഇസ് എന്നതാണ്. നല്ലൊരു കേൾവിക്കാരനാകുന്നത് ഒരു വലിയ ഗുണമാണ് എന്ന് മലയാളത്തിൽ പറഞ്ഞില്ലേ? ആ ആണ് എന്ന് പറയുന്ന ഇസ് ഇംഗ്ലീഷിൽ, അതാണ് ഇവിടുത്തെ വേർബ്. മനസ്സിലായോ? അപ്പൊ ആദ്യം വന്നത് മുഴുവൻ സബ്ജക്റ്റ് ആണ്, അത് കഴിഞ്ഞ് ഇസ് എന്ന വേർബ്. ബീങ് എ ഗുഡ് ലിസണർ ഇസ് എന്താണത്? ഒരു വലിയ ക്വാളിറ്റി, ഇസ് എ ഗ്രേറ്റ് ക്വാളിറ്റി. ഇങ്ങനെയാണ് ആ സെന്റൻസ് വന്നത്. അപ്പൊ ഇവിടെയും നിങ്ങൾ കണ്ടല്ലോ, ആ ബീങ് കഴിഞ്ഞ് വന്നത് എ ഗുഡ് ലിസണർ, കേൾവിക്കാരൻ, ശ്രോതാവ്, അത് നൗൺ ആണ്. ആ ലിസണർ എന്ന് പറയുന്നത് നൗൺ ആണ്. പക്ഷെ അടുത്ത സെന്റൻസ് നിങ്ങളൊന്ന് നോക്കൂ. കെയർഫുൾ ആകുന്നത് തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കും. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? കെയർഫുൾ ആകുന്നത്. ബീങ് കെയർഫുൾ ഹെൽപ്സ് ടു അവോയ്ഡ് മിസ്റ്റേക്സ്. സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ ഇവിടെ ബീങ് കഴിഞ്ഞ് എന്താ വന്നേന്ന് നോക്കൂ. ബീങ് കെയർഫുൾ. കെയർഫുൾ എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. ശ്രദ്ധാലുവായിരിക്കുന്ന അവസ്ഥ, ശ്രദ്ധയുള്ള അവസ്ഥ, അല്ലേ? അപ്പൊ അതൊരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ട സെന്റൻസസിൽ ബീങ് കഴിഞ്ഞ് വന്നത് എന്തായിരുന്നു? ഒരു നൗൺ ആയിരുന്നു. ബീങ് എ പേരന്റ്, ബീങ് എ ലിസണർ എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ ഇവിടെ ബീങ് കഴിഞ്ഞ് വന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെയും നമ്മൾ പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള, വളരെ പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ഈ ഒരു സെന്റൻസിലും ആദ്യത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, ബീങ് കെയർഫുൾ എന്നത്, അതാണ് സബ്ജക്റ്റ്. ബീങ് കെയർഫുൾ, അതായത് ശ്രദ്ധാലു ആകുന്നത്, കെയർഫുൾ ആകുന്നത് തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പൊ ബീങ് കെയർഫുൾ ആണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് ഹെൽപ്സ് എന്ന് കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ വേർബ്. ഹെൽപ്സ് എന്തിനാ സഹായിക്കുന്നത്? ടു അവോയ്ഡ് മിസ്റ്റേക്സ്, തെറ്റുകൾ ഒഴിവാക്കാൻ. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഇതുപോലെ ബീയിങ് വെച്ച് തുടങ്ങുന്ന സെന്റൻസസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് പറയുന്നതെന്നും. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിർത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ ഒരു കോമ വരുവാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടെന്നാണ് അർത്ഥം. പക്ഷെ ഈ സെന്റൻസസിലൊന്നും നമ്മൾ കോമ ഇടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്, കാരണം അങ്ങനെയുള്ള സെന്റൻസസ് നമ്മൾ ഇനി കാണുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇതേപോലെയുള്ള കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഞാൻ പറയാം. എപ്പോഴും പോസിറ്റീവായി ഇരിക്കുന്നത് എളുപ്പമല്ല. അതായത് ഏത് സമയവും പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് എളുപ്പമല്ല എന്നാണ് പറയുന്നത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? പോസിറ്റീവായി ഇരിക്കുന്നത്. ബീയിങ് പോസിറ്റീവ് ഓൾ ദ ടൈം ഇസ് നോട്ട് ഈസി. എല്ലാ സമയത്തും പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് എളുപ്പമല്ല. ബീയിങ് പോസിറ്റീവ് ഓൾ ദ ടൈം ഇസ് നോട്ട് ഈസി. അപ്പൊ ഇവിടെ ബീയിങ് പോസിറ്റീവ് എന്ന് പറയുന്നതാണ് സബ്ജക്ട്. അപ്പൊ കണ്ടോ, ബീയിങ് കഴിഞ്ഞ് വന്നത് പോസിറ്റീവ് എന്ന് പറയുന്ന വാക്കാണ്. അത് ആഡ്ജക്റ്റീവ് ആണ്. പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചല്ലേ പറയുന്നേ? അപ്പൊ അതൊരു ആഡ്ജക്റ്റീവ് ആണ്. ഇനി ഇത് ഈ സെന്റൻസ് നോക്കിയേ. സിക്ക് ആയിരിക്കുക എന്ന് വെച്ചാൽ ടയേർഡ് ആയിരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഞാൻ മനഃപൂർവ്വമാണ് ഇങ്ങനെ ഇംഗ്ലീഷിൽ കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സെന്റൻസ് വരുന്ന രീതി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ടയേർഡ് ആയിരിക്കും, ക്ഷീണം ഉണ്ടായിരിക്കും നമുക്ക്, അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ബീയിങ് സിക്ക് മീൻസ് ബീയിങ് ടയേർഡ്. അവിടെ രണ്ട് ബീയിങ് ഉപയോഗിക്കേണ്ടി വന്നു. ബീയിങ് സിക്ക്, സിക്ക് ആയിരിക്കുക എന്നതിനർത്ഥം ടയേർഡ് ആയിരിക്കുക എന്നാണ്. ബീയിങ് സിക്ക് മീൻസ് ബീയിങ് ടയേർഡ്. കണ്ടോ, ബീയിങ് എങ്ങനെയാണ് സെന്റൻസിന്റെ ആദ്യവും സെന്റൻസിന്റെ ഇടയ്ക്കും എല്ലാം വരുന്നതെന്ന് കണ്ടല്ലോ ഇപ്പൊ നിങ്ങള്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഈ ബീയിങ് കഴിഞ്ഞ് ചിലപ്പോ നൗൺ വരാം, ചിലപ്പോ ഒരു ആഡ്ജക്റ്റീവ് വരാം. ഇങ്ങനെ കെയർഫുൾ അങ്ങനെയുള്ള ആഡ്ജക്റ്റീവ്സ് വരാം. പക്ഷെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സെന്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിന്റെ കൂടെ ആയിരിക്കുന്നത് എന്നെ റിലാക്സ്ഡ് ആകാൻ സഹായിക്കുന്നു. നിന്റെ കൂടെ ആയിരിക്കുന്നത്, ആയിരിക്കുന്നത് വന്നിട്ടുണ്ട്, അപ്പൊ ബീയിങ് വരണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷില്? ബീയിങ് വിത്ത് യു. കണ്ടോ, നിന്റെ കൂടെ ആയിരിക്കുന്നത്, ബീയിങ് വിത്ത് യു ഹെൽപ്സ് മീ ടു സ്റ്റേ റിലാക്സ്ഡ്. റിലാക്സ്ഡ് ആയിരിക്കാൻ എന്നെ സഹായിക്കുന്നു. റിലാക്സ്ഡ് ആയി സ്റ്റേ ചെയ്യാൻ, അങ്ങനെ തന്നെ അങ്ങ് പോകാൻ എന്നെ സഹായിക്കുന്നു. അപ്പൊ ബീയിങ് വിത്ത് യു ഹെൽപ്സ് മീ ടു സ്റ്റേ റിലാക്സ്ഡ്. അപ്പൊ ഇവിടെ ബീയിങ് കഴിഞ്ഞ് വന്നത് നൗണും അല്ല ആഡ്ജക്റ്റീവും അല്ല, പിന്നെ എന്താണ്? വിത്ത് യു എന്നൊരു ഫ്രേസ് ആണ് വന്നത്. അതിൽ വിത്ത് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണല്ലോ. നമുക്കറിയില്ലേ, ഇൻ, ഓൺ, എറ്റ്, ഫോർ, വിത്ത്, ഇതെല്ലാം പ്രപ്പോസിഷൻസ് ആണല്ലോ. ഈ പ്രപ്പോസിഷൻ ചേർന്ന് വരുന്ന ഒരു ഫ്രേസ് ആണിത്. അതിനെ നമ്മൾ പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയും. ഫ്രേസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പൊ ഈ വിത്ത് യു എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ ഒന്നൊരു പ്രപ്പോസിഷൻ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് അതിനെ പ്രപ്പോസിഷണൽ ഫ്രേസ് എന്നാണ്. അപ്പൊ ഇങ്ങനെയും നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. ബീയിങ് വിത്ത് യു
ഹെൽപ്സ് മീ ടു സ്റ്റേ റിലാക്സ്ഡ്. മനസ്സിലായോ ഇവിടെ? അപ്പൊ ഇവിടെയും കണ്ടല്ലോ, ഞാൻ കോമ ഇട്ടിട്ടില്ല, ഒരൊറ്റ സെന്റൻസ് ആയിട്ട് ആണ് നമ്മൾ ആ ഒരു ഐഡിയ ഇവിടെ പറയുന്നത്. ഇതുവരെ കണ്ടതുപോലെയുള്ള ഒരു സെന്റൻസ് കൂടെ ഞാൻ പറയാം, എന്നിട്ട് നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോവാണേ. സെന്റൻസ് ഇതാണ്: സിക്ക് ആയിരിക്കുന്നത് എന്നെ ക്ഷീണിതയാക്കി, എന്നെ ടയേർഡ് ആക്കി എന്ന്. അതെങ്ങനെ പറയും? ബീങ് സിക്ക് മെയ്ഡ് മീ ടയേർഡ്. ഇങ്ങനെയല്ലേ പറയാ? ബീങ് സിക്ക് മെയ്ഡ് മീ ടയേർഡ്. അസുഖം വന്നതുകൊണ്ട്, അസുഖമായിരുന്നത് കൊണ്ട് ഞാൻ ടയേർഡ് ആയി എന്നാണ് ഈ പറഞ്ഞത്. ഒരൊറ്റ സെന്റൻസ് ആണ്. ക്ലിയർ ആയല്ലോ? അവിടെ ബീങ് സിക്ക് എന്ന് പറയുന്നതാണ് ആ സെന്റൻസിലെ സബ്ജക്റ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ ഇവിടെ തന്നെ കാണിക്കുകയാണ്. സിക്ക് ആയത് കൊണ്ട് ഞാൻ ഒരു ദിവസത്തെ അവധിയെടുത്തു. അസുഖമായത് കാരണം, അസുഖമായതിനാൽ, റീസൺ പറയാണ് അവിടെ അല്ലെ. അസുഖമായത് കൊണ്ട് ഞാൻ ഒരു ദിവസത്തെ ലീവ് എടുത്തു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ബീങ് സിക്ക്, കോമ, മനസ്സിലായ വ്യത്യാസം? ബീങ് സിക്ക് ഐ ടുക്ക് എ ഡേ ഓഫ്. ഒരു ദിവസത്തെ അവധി എടുത്തു എന്നാണ് ഈ പറയുന്നത്. ഐ ടുക്ക് എ ഡേ ഓഫ്. ഓഫ് എന്ന് വെച്ചാൽ ലീവ് എടുത്തു എന്ന അർത്ഥത്തിലാണേ. അപ്പൊ എങ്ങനെയാ സെന്റൻസ് എഴുതിയെന്ന് നോക്കൂ. ബീങ് സിക്ക്, കോമ, ഐ ടുക്ക് എ ഡേ ഓഫ്. അപ്പൊ ആദ്യത്തെയും രണ്ടാമത്തെയും സെന്റൻസസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്താന്ന് നോക്കൂ. ആദ്യം ഒരൊറ്റ സെന്റൻസ് ആയിട്ട് എഴുതി, അവിടെ കോമയൊന്നുമില്ല. അവിടെ ബീങ് സിക്ക് എന്ന് പറയുന്നതാണ് അവിടത്തെ സബ്ജക്റ്റ്. പക്ഷെ രണ്ടാമത്തെ സെന്റൻസിൽ അങ്ങനല്ല. അസുഖമായത് കൊണ്ട് ആരവധി എടുത്തു? ഞാൻ. അപ്പൊ ബീങ് സിക്ക് ഐ ടുക്ക് എ ഡേ ഓഫ്. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്. അപ്പൊ ഈ രണ്ടാമത് വന്ന തരം സെന്റൻസസ് ഇല്ലേ, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാരണത്തെക്കുറിച്ച് പറയാനാണ്. അപ്പൊ അവിടെ ആദ്യം വരുന്ന ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ബീങ് സിക്ക് എന്ന് പറയുന്നത്, അതല്ല സബ്ജക്റ്റ്. അസുഖമായത് കൊണ്ട് ഞാൻ അവധിയെടുത്തു. അപ്പൊ ആദ്യം പറയുന്നത് ഞാൻ അവധി എടുക്കാനുള്ള കാരണമാണ് ബീങ് സിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ആ കോമ ഇടുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? അത് കൂടുതൽ എക്സാമ്പിൾസ് കാണാം. നിങ്ങൾക്കൊന്നൊരു ജോബ് ഇന്റർവ്യൂ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ അതിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ പറയാണ്, വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ട് ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന്. അവർക്കും ഒരു സമാധാനം കിട്ടുമല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? വെൽ പ്രിപ്പയർഡ് ആയതിനാൽ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ പറയാ ബീങ് വെൽ പ്രിപ്പയർഡ്, കോമ, ഐ എം കോൺഫിഡന്റ്. ഞാൻ കോൺഫിഡന്റ് ആണ്, ഐ എം കോൺഫിഡന്റ്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ നിങ്ങളൊരു കാര്യം നോക്കൂ. ബീങ് കഴിഞ്ഞു വന്നത് വെൽ പ്രിപ്പയർഡ് എന്ന ഒരു വാക്കാണ് അല്ലെ. അതൊരു ആഡ്ജക്റ്റീവ് ആണ്. വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള അവസ്ഥ, നല്ല തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥ. അപ്പൊ ബീങ് റെഡി എന്ന് പറഞ്ഞാൽ റെഡി ഒരു ആഡ്ജക്റ്റീവ് ആണല്ലോ. അതേപോലെയാണ് ഈ വെൽ പ്രിപ്പയർഡ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ബീങ് വെൽ പ്രിപ്പയർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ കാരണമാണ്, അത് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല. വെറുതെ ഒരു റീസൺ മാത്രമായിട്ട് നമ്മൾ പറയാണ്. ബീങ് വെൽ പ്രിപ്പയർഡ്, കോമ, ആരാണ് കോൺഫിഡന്റ്? ഐ എം കോൺഫിഡന്റ്. ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. മനസ്സിലായല്ലോ? പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ ഒരു സെന്റൻസിൽ ടെൻസ് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ബീങ് വെൽ പ്രിപ്പയർഡ്, ഐ എം കോൺഫിഡന്റ് എന്ന് പറഞ്ഞു. അത് പ്രസന്റ് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഐ ആം കോൺഫിഡന്റ് എന്നല്ലേ പറഞ്ഞേ? പാസ്റ്റ് ടെൻസ് അല്ലല്ലോ, പ്രസന്റ് ആണ്. ആം അല്ലേ വന്നത്. അപ്പൊ ഒരു കാര്യം, ഈ ബീങ് വെൽ പ്രിപ്പയർഡ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? അതിനങ്ങനെ പ്രത്യേകിച്ച് ടെൻസ് ഇല്ല. ആ ബീങ് എന്ന് പറഞ്ഞു വരുമല്ലോ, ആ ഒരു ഭാഗം വെച്ച് മാത്രം നമുക്ക് ടെൻസ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു വരുന്ന ആ ഒരു സെന്റൻസിന്റെ ഭാഗമുണ്ടല്ലോ, അതാണ് ടെൻസ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതേ കാര്യം നമുക്ക് പാസ്റ്റ് ടെൻസിൽ ചിലപ്പോൾ പറയേണ്ടി വരികയാണെങ്കിൽ എന്ത് പറയുന്നത് നോക്കാം. വെൽ പ്രിപ്പയർഡ് ആയിരുന്നത് കൊണ്ട് ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷിൽ വരിക ബീങ് വെൽ പ്രിപ്പയർഡ് ഐ വാസ് കോൺഫിഡന്റ് എന്നാണ്. അപ്പൊ മുൻപത്തെ സെന്റൻസിലും ആ ആദ്യത്തെ ഭാഗം സെയിം അല്ലേ, ബീങ് വെൽ പ്രിപ്പയർഡ് എന്ന് തന്നെയല്ലേ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ടുള്ളതിനാണ് ടെൻസ് അനുസരിച്ച് മാറ്റം വന്നത്. മുൻപ് നമ്മൾ പറഞ്ഞു ഐ എം കോൺഫിഡന്റ്, ഇവിടെ ഐ വാസ് കോൺഫിഡന്റ്. അപ്പൊ ഇത് ഓർക്കുക കേട്ടോ. ബീങ് എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു ഭാഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ടെൻസ് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞുള്ള സെന്റൻസ് ആണ് അവിടുത്തെ ടെൻസ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ ഞാൻ രണ്ട് പെയർ ഓഫ് സെന്റൻസസ് കാണിക്കാം. നമ്മളൊരു സിറ്റിയിൽ പുതിയതായിട്ട് ചെന്നേക്കുക എന്നിരിക്കട്ടെ. അവിടെ ചെന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ഇല്ലാന്ന് നമുക്ക് പറയേണ്ടത്. എന്ത് പറയും? ബീങ് ന്യൂ ഇൻ ദി സിറ്റി ഐ ഡോണ്ട് ഹാവ് മെനി ഫ്രണ്ട്സ്. എനിക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളില്ല പുതിയതായത് കൊണ്ട്.
അപ്പൊ അവിടെ പ്രസന്റ് ടെൻസ് ആണ് ഞാൻ ഉപയോഗിച്ചത്. കണ്ടില്ലേ, ബീങ് ന്യൂ ഇൻ ദ സിറ്റി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, ഐ ഡോണ്ട് ഹാവ്. അത് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ ഇത് പാസ്റ്റ് ടെൻസിലും പറയാം. എന്ന് വെച്ചാല് ആ സിറ്റിയിൽ പുതിയതായിരുന്നത് കൊണ്ട് എനിക്ക് അധികം സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ആദ്യത്തെ ഭാഗം അത് തന്നെ വരും. ബീങ് ന്യൂ ഇൻ ദ സിറ്റി ഐ ഡിഡ്ന്റ് ഹാവ് മെനി ഫ്രണ്ട്സ്. മനസ്സിലായോ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ മുമ്പ് പറഞ്ഞതെന്നുള്ള ആ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ തനിയൊന്ന് ഫോം ചെയ്ത് നോക്കൂ. ടയേർഡ് ആയിരുന്നത് കൊണ്ട് അയാൾ നേരെ കിടക്കാൻ പോയി. ഇതാണ് മലയാളത്തില്. അപ്പോ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു റീസൺ ആണ്. കണ്ടല്ലോ, ടയേർഡ് ആയിരുന്നതിനാൽ, ആയിരുന്നത് കൊണ്ട് എന്ത് പറയും? ബീങ് ടയേർഡ് ഹി വെന്റ് സ്ട്രേറ്റ് ടു ബെഡ്. അപ്പൊ ഇതൊരു കാരണമായതുകൊണ്ടാണ് നമ്മളിവിടെ കോമ ഇട്ടത്. ബീങ് ടയേർഡ്, കോമ, ഹി വെന്റ് സ്ട്രേറ്റ് ടു ബെഡ്. ഈ സെന്റൻസിലും കണ്ടോ, ബീങ് കഴിഞ്ഞ് വന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. ബീങ് ടയേർഡ് ആഡ്ജക്റ്റീവ് ആണ്. പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹി ആണ്. ടയേർഡ് ആയിരുന്നത് കൊണ്ട് അയാൾ നേരെ കിടക്കാൻ പോയി. ഹി ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നത്. പക്ഷെ അടുത്ത സെന്റൻസ് നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ചു നോക്കൂ. ഒറ്റ കുട്ടിയായതിനാൽ അവന് പലപ്പോഴും ഏകാന്തത അനുഭവപ്പെട്ടു എന്നാണ് പറയേണ്ടത്. എന്ത് പറയും? ഒറ്റ കുട്ടിയായതിനാൽ. കാരണം തന്നെയാ പറയുന്നേ, പക്ഷെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരാൻ നോക്കൂ. ബീങ് an only child, he sometimes felt lonely. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലായോ? ഇവിടെ ഒരു കാരണം തന്നെ പറഞ്ഞിരിക്കുന്നത് ആദ്യം. പക്ഷെ ബീങ് കഴിഞ്ഞ് നമ്മൾ ആദ്യമൊക്കെ കണ്ടതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു നൗൺ ആണ്. ഒറ്റക്കുട്ടി ഒരു നൗൺ അല്ലേ? അപ്പൊ ഇങ്ങനെ കാരണങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ബീങ് ഉപയോഗിക്കുമ്പോഴും ചിലപ്പോൾ ബീങ് കഴിഞ്ഞ് വരുന്നത് ഇതുപോലെ ഒരു നൗൺ ആയിരിക്കാം. ബീങ് an only child, he sometimes felt lonely. ഒരു നേഴ്സ് ആയതിനാൽ എനിക്ക് ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരാറുണ്ടെന്നാ പറയുന്നേ. അപ്പൊ അതെങ്ങനെ പറയും? Being a nurse, I have to work long hours. To work long hours എന്ന് വെച്ചാൽ സാധാരണ ഒരു കൃത്യം സമയമല്ലല്ലോ പലപ്പോഴും നഴ്സസ് ജോലി ചെയ്യേണ്ടി വരിക. കുറച്ച് സമയം കൂടുതലൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതാണ് ഇവിടെ to work long hours എന്ന് പറയുന്നത്. അപ്പൊ എന്താ വന്നേ നോക്കൂ. Being a nurse, I have to work long hours. അപ്പൊ ഇവിടെ being കഴിഞ്ഞ് വന്നത് a nurse. അതൊരു നൗൺ ആണ്. പക്ഷെ അതൊരു റീസൺ മാത്രമാണ്. അവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? I have to work long hours. ഇപ്പൊ മനസ്സിലായോ? ഇവിടെ കാരണമാണ് ആദ്യം പറയുന്നത്, നേഴ്സ് ആയതിനാൽ. പക്ഷെ ആ കാരണത്തിന്റെ ഉള്ളിൽ, ആ ഒരു ഫ്രേസിന്റെ ഉള്ളിൽ ബീങ് കഴിഞ്ഞ് വന്നത് ആ ഒരു നൗൺ ആണ്, നേഴ്സ്. ഒരു വർക്കിംഗ് മദർ ആയതിനാൽ എനിക്ക് വേണ്ടി തന്നെ എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. പല അമ്മമാരും, ജോലി ചെയ്യുന്ന പല അമ്മമാരും പറയുന്ന കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാ പറയാ? ബീങ് എ വർക്കിംഗ് മദർ, ഐ ഹാർഡ്ലി ഗെറ്റ് ടൈം ഫോർ മൈസെൽഫ്. അപ്പൊ കണ്ടോ, ബീങ് കഴിഞ്ഞ് വന്നത് എ വർക്കിംഗ് മദർ, അതൊരു നൗൺ ആണ്, ഉദ്യോഗസ്ഥയായ അമ്മ. ബീങ് എ വർക്കിംഗ് മദർ, ഐ ഹാർഡ്ലി ഗെറ്റ് ടൈം ഫോർ മൈസെൽഫ്. ഹാർഡ്ലി ഗെറ്റ് ടൈം എന്ന് വെച്ചാൽ അങ്ങനെ സമയം കിട്ടാറേയില്ല എന്നാണ്. ആ ഒരു നെഗറ്റീവ് മീനിങ്ങിലാണത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ രണ്ട് തരത്തിലുള്ള സെന്റൻസസ് കണ്ടു ബീങ് വെച്ച് തുടങ്ങുന്നത് അല്ലെ. ഒന്ന് വെറുതെ ഒരു സാധാരണ ഒരു കാര്യം, ഒരു ഫാക്ട് പറയാണ്. അടുത്തതിൽ നമ്മളൊരു കാരണം പറയാൻ വേണ്ടിയാണ് ബീങ് ഉപയോഗിച്ചത് അല്ലെ. അപ്പൊ ഈ രണ്ട് തരം സെന്റൻസസിലും രണ്ട് തരത്തിലാണ് ഫ്രേസസ് വരുന്നത് ബീങ്ങിനോട് ചേർന്ന്. അതായത് ചിലപ്പോൾ ബീങ് കഴിഞ്ഞ ഒരു ആഡ്ജക്റ്റീവ് ആയിരിക്കും വരിക, ചിലപ്പോൾ ബീങ് കഴിഞ്ഞ് നൗൺ ആണ് വരിക അല്ലെ. പക്ഷെ ഇത് രണ്ടും അല്ലാത്ത രീതിയിലും ചിലപ്പോൾ ബീങ് കഴിഞ്ഞ് ഫ്രേസസ് അല്ലെങ്കിൽ വാക്കുകൾ വരാറുണ്ട്. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആ ഒരു സ്ഥലത്തുള്ള ആളുകൾ മുഴുവനും നിങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നിരിക്കട്ടെ. പക്ഷെ നിങ്ങളത് കാണാത്ത പോലെ നടിക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് അറിയാം ഇവരെല്ലാവരും നിങ്ങളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നില്ലേ? അപ്പൊ അതെങ്ങനെ നമ്മൾ പറയാ? എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നത് അവളെ അസ്വസ്ഥയാക്കി എന്ന് പറയും അല്ലേ. അവിടെ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് നോക്കൂ. ബീങ് വാച്ച്ഡ് മെയ്ഡ് ഹെർ അൺഈസി എന്നാ പറയുന്നേ. ബീങ് വാച്ച്ഡ്, അവിടെ വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരാലും വാച്ച് ചെയ്യപ്പെടുന്നത്, നോട്ട് ചെയ്യപ്പെടുന്നത്, ശ്രദ്ധിക്കപ്പെടുന്നത് എന്നർത്ഥത്തില്. അപ്പൊ അവിടെ ബീങ് വാച്ച്ഡ് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? നമ്മൾ ആദ്യം കണ്ട പോലത്തെ സെന്റൻസ് ആണിത്. ബീങ് വാച്ച്ഡ് കോമ ഒന്നും ഇട്ടില്ല, കാരണം ഇതൊരു റീസൺ അല്ല നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കപ്പെടുന്നത് അവളെ അസ്വസ്ഥയാക്കി എന്നാ പറയുന്നത്. അപ്പൊ ഇതിവിടെ മുഴുവനായിട്ട് ആ ഒരു സെന്റൻസ് ആണ്. ആ ബീങ് വാച്ച്ഡ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. എന്നിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യാനുണ്ട്. ബീങ് കഴിഞ്ഞു വന്നിരിക്കുന്ന ആ വാച്ച്ഡ് എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ പാസീവ് വോയിസിലുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കപ്പെടുന്നത്.
അവൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയില്ലേ. അപ്പൊ അവിടെ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയും നമ്മൾ ബീങ് വെച്ചുള്ള സെന്റൻസസ് പറയാറുണ്ട്. ബീങ് വാച്ച്ഡ് മെയ്ഡ് ഹെർ അൺഈസി. ഈ സെന്റൻസ് നോക്കൂ. അവഗണിക്കപ്പെട്ടത് അയാളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അതെങ്ങനെ പറയും? അപ്പോ അയാൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടു. അവിടെ ഒരു പാസീവ് ആണ് വരുന്നത്. പാസീവ് വോയിസിലാണ് കാര്യം പറയുന്നത് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? ബീങ് ഇഗ്നോർഡ്, അവഗണിക്കപ്പെട്ടതല്ലേ, അവഗണിക്കുക എന്നുള്ളതിന് ഇഗ്നോർ എന്ന് പറയുമല്ലോ. ബീങ് ഇഗ്നോർഡ് ഹേർട്ട് ഹിസ് ഫീലിങ്സ്, മുറിവേൽപ്പിച്ചു. പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. ഹേർട്ട് എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഹേർട്ട് തന്നെയാണ്, ഇ ഡി ചേർക്കില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞേ ബീങ് ഇഗ്നോർഡ് ഹേർട്ട് ഹിസ് ഫീലിങ്സ്. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നേ. തന്റെ സുഹൃത്തുക്കളുമായി താരതമ്യം ചെയ്യപ്പെടുന്നത് അവളെ അലോസരപ്പെടുത്തി. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് തന്നെയാണ് അതല്ലേ. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്കത് ഇഷ്ടപ്പെടില്ല, നമ്മൾ അനോയിഡ് ആവും. അപ്പൊ നമ്മളിവിടെ എന്ത് പറയും? ബീങ് കമ്പയർഡ് ടു ഹെർ ഫ്രണ്ട്സ് അനോയിഡ് ഹെർ. ബീങ് കമ്പയർഡ്, അപ്പൊ താരതമ്യം ചെയ്യപ്പെടുന്നത്. ബീങ് കമ്പയർഡ് ടു ഹെർ ഫ്രണ്ട്സ് അനോയിഡ് ഹെർ. അപ്പൊ ഞാനിവിടെ 2 സെന്റൻസസ് പറയാം. രണ്ടും ഏകദേശം കേട്ടാൽ ഒരുപോലെ തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. നിങ്ങൾക്ക് അത് തനിയെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഒരു അമ്മയായിരിക്കുന്നത് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു അമ്മയായിരിക്കുന്നത് എന്ത് പറയും? ബീങ് എ മദർ ഇസ് റിവാർഡിങ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് വളരെ സംതൃപ്തി കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിന് റിവാർഡിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും. ആ അർത്ഥത്തിലായി പറയുന്നത്. അപ്പൊ ഇവിടെ ഇതൊരൊറ്റ സെന്റൻസ് ആയിട്ട് ഒരേ രീതിയിൽ അങ്ങ് പോകുന്നേ, കോമയൊന്നുമില്ല. ബീങ് എ മദർ ഇസ് റിവാർഡിങ്, അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു ഫീലിംഗ് ആണത് അല്ലെ. സോ ഇറ്റ്സ് എ ഫാക്ട്. അപ്പൊ ഇവിടെ നമ്മൾ അവിടെ ഒരു കോമ ഇടയ്ക്ക് പറയുന്നില്ല, കാരണം ബീങ് എ മദർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്ട്. ബീങ് എ മദർ ഇസ് റിവാർഡിങ്. അടുത്തത് ഞാൻ പറയുന്നത്, ഒരു അമ്മയായിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു അമ്മ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എന്താ പറയാ? ബീങ് എ മദർ, ഐ ഓൾവേസ് പ്രേ ഫോർ മൈ കിഡ്സ്. ഇവിടെ കാരണമാ പറയുന്നത്, ഒരമ്മയായതിനാൽ. ബീങ് എ മദർ ഐ ഓൾവേസ് പ്രേ ഫോർ മൈ കിഡ്സ്. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ. ആദ്യത്തതിൽ നമ്മൾ എങ്ങനെ എഴുതി, രണ്ടാമത്തതിൽ എന്തുകൊണ്ട് കോമയിട്ട് എഴുതി. ക്ലിയർ ആണല്ലോ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് പറയാൻ നോക്കാം. കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നത് എന്നെ റിലാക്സ്ഡ് ആക്കുന്നു. ബീങ് വിത്ത് മൈ ഫാമിലി മേക്സ് മീ റിലാക്സ്ഡ്. ഇത്രയും പറഞ്ഞാൽ പോരെ. അപ്പൊ ഇവിടെ കാരണമൊന്നും അല്ലാട്ടോ പറയുന്നേ, അത് നമ്മളൊരു ഫാക്റ്റ് ആയിട്ട് പറയണേ. ബീങ് വിത്ത് മൈ ഫാമിലി മേക്സ് മീ റിലാക്സ്ഡ്. ഇനി കുടുംബത്തോടൊപ്പം അല്ലായിരിക്കുന്നത് എന്നെ അസ്വസ്ഥനാക്കുന്നു എന്ന് പറയണം. അവിടെ എന്ത് പറയും? നോട്ട് ബീങ് വിത്ത് മൈ ഫാമിലി മേക്സ് മീ ആങ്ഷ്യസ്. അപ്പൊ റിലാക്സ്ഡ് അല്ലാത്തൊരവസ്ഥ, നമുക്ക് ആകെ ഒരു ഉത്കണ്ഠ തോന്നുന്ന ഒരവസ്ഥ. നോട്ട് ബീങ് വിത്ത് മൈ ഫാമിലി. അപ്പൊ അവിടെ ബീങ് നോട്ട് എന്നല്ല നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഉപയോഗിച്ചത്, നോട്ട് ബീങ് വിത്ത് മൈ ഫാമിലി മേക്സ് മീ ആങ്ഷ്യസ്. ഇനി നമുക്ക് എല്ലാവർക്കും തോന്നാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തു, നല്ലൊരു കാര്യം ചെയ്തു, എന്നിട്ട് ആരും അതിനെപ്പറ്റി നല്ലൊരു വാക്ക് പറഞ്ഞില്ല, എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഹേർട്ടായിട്ട് തോന്നും, നമുക്കൊരു വിഷമം തോന്നും. അപ്പൊ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? നോട്ട് ബീങ് അപ്രീഷിയേറ്റഡ് ഹേർട്സ് പീപ്പിൾ. നോട്ട് ബീങ് അപ്രീഷിയേറ്റഡ് ഹേർട്സ് പീപ്പിൾ. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഹേർട്സ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നോട്ട് ബീങ് അപ്രീഷിയേറ്റഡ് എന്ന് പറയുന്നതാണ് സബ്ജക്ട്, അത് സിംഗുലർ ആണല്ലോ, അതുകൊണ്ടാണ് ഹേർട്ട് കഴിഞ്ഞിട്ട് എസ് ചേർത്തത്. മനസ്സിലായോ? നോട്ട് ബീങ് അപ്രീഷിയേറ്റഡ് ഹേർട്സ് പീപ്പിൾ. അപ്പോൾ ബീയിങ് എങ്ങനെയൊക്കെയാണ് നമ്മൾ സെന്റൻസിന്റെ ആദ്യം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരികയാണ് ബി. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കണം. സാധാരണ നമ്മൾ ആളുകളോട് മിണ്ടരുത് എന്ന് പറയില്ലേ, അവിടെ എന്താ ഇംഗ്ലീഷിൽ പറയാ? ബി ക്വയറ്റ്. അതായത് മിണ്ടാതിരിക്കൂ എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ബി ക്വയറ്റ്. അപ്പൊ അവിടെ നമ്മൾ ബി വെച്ചാണ് ആ ഒരു സെന്റൻസ് തുടങ്ങിയത്. പിന്നെ ഇത് സെന്റൻസ് ആണെന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ, ഇത് സെന്റൻസ് തന്നെയാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസ് ഇങ്ങനെയാ വരിക, ബി ക്വയറ്റ് അല്ലെങ്കിൽ ബി ഹാപ്പി എന്നൊക്കെ പറയില്ലേ, അവിടെ എല്ലാം അതൊരു സെന്റൻസ് ആണ്. അപ്പൊ അവിടെ സബ്ജക്റ്റ് ഏതാണ്? അവിടെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന ആളോടാണ് അല്ലെ, ആ ആളാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോ യു ബി ക്വയറ്റ് ആണ് ശരിക്കും സെന്റൻസ്.
പക്ഷെ അവിടെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആ യു അങ്ങ് വിട്ടുകളയും, എന്നിട്ട് ബി ക്വയറ്റ് മാത്രമേ വരുള്ളൂ. അപ്പൊ അവിടെ യു ഉണ്ടെന്ന് ഓർത്തേക്കണേ, പക്ഷെ പറയുന്നത് ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഹാപ്പി അല്ലെങ്കിൽ ബി ക്വയറ്റ് എന്നൊക്കെയാ പറയാ. ക്ഷമ കാണിക്കൂ, അതെങ്ങനെ പറയും? ബി പേഷ്യന്റ്. ബി പേഷ്യന്റ്, ക്ഷമ കാണിക്കൂ. അതിനാണ് നമ്മൾ ബി വെച്ച് തുടങ്ങിയത്. അതായത് ക്ഷമയുള്ള ഒരാളാകൂ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. സോ ബി പേഷ്യന്റ്. അപ്പൊ ആ ബി കഴിഞ്ഞ് വന്നതുണ്ടല്ലോ, അത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. ക്ഷമയുള്ള ഒരാളെ കുറിച്ച് പറയുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെ, ക്ഷമയുള്ള ഒരു അവസ്ഥ. അതാണ് പേഷ്യന്റ് എന്ന് പറയുന്നത്. അതൊരു ആഡ്ജക്റ്റീവ് ആണ്. പിന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഇവിടെ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ രോഗി എന്നുള്ള അർത്ഥത്തിലല്ലേ. അതാണെങ്കിൽ അതൊരു നൗൺ ആണ്. പക്ഷെ ഇവിടെ രോഗി ആകുമെന്നല്ലോ നമ്മളോട് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ആകൂ, ക്ഷമ കാണിക്കൂ. അപ്പൊ ഇങ്ങനെയാണ് സെന്റൻസ് വരുന്നത്. ശ്രദ്ധിക്കൂ എന്ന് പറയണമെങ്കിൽ ബി കെയർഫുൾ. ബി കെയർഫുൾ. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ കെയർഫുൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് എങ്ങനെ എഴുതിയെന്ന് കണ്ടല്ലോ, ഡബിൾ എൽ ഇല്ല കേട്ടോ. കെയർഫുൾ ഒരു എൽ മാത്രമേ വരുന്നുള്ളേ. ഫുൾ ആണെങ്കിൽ FULL ഉണ്ട്, പക്ഷെ കെയറിന്റെ കൂടെ ചേർക്കുമ്പോൾ അതിലൊരു എൽ അങ്ങ് പോകും. കെയർഫുൾ ഒറ്റ എൽ കൊണ്ട് എഴുതണം. ഇനി ഇവിടെ എനിക്ക് ഇങ്ങനെയോട് പറയണമെങ്കിലോ, ആ കത്തി സൂക്ഷിച്ചുപയോഗിക്കൂ എന്നാണ് പറയേണ്ടതെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ബി കെയർഫുൾ വിത്ത് ദാറ്റ് നൈഫ്. അത്രയേ ഉള്ളൂ. ബി കെയർഫുൾ വിത്ത് ദാറ്റ് നൈഫ് എന്ന് വെച്ചാൽ ആ കത്തിയുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കൂ എന്ന്. മറ്റുള്ളവരോട് ദയ കാണിക്കൂ. ബി കൈൻഡ് ടു അതേഴ്സ്. ബി കൈൻഡ് ടു അതേഴ്സ്. 8 മണിയോടെ തയ്യാറായിരിക്കൂ. ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയാറില്ലേ വീട്ടിലുള്ളവര്, ഞാൻ 8 മണിക്ക് വരും, തയ്യാറായിരിക്കണം. തയ്യാറായിരിക്കൂ എന്ത് പറയും? ബി റെഡി ബൈ 8 o'clock. 8 മണിയോടെ, 8 മണിയോട് കൂടെ എന്നൊരർത്ഥത്തിലായതുകൊണ്ടാണ് ബി റെഡി ബൈ 8 o'clock എന്ന് പറഞ്ഞത്. 8 മണിക്ക് റെഡി ആയിരിക്കും എന്നാണെങ്കിൽ ബി റെഡി അറ്റ് 8 o'clock എന്ന് പറയുമായിരുന്നു. പലപ്പോഴും നമ്മളോട് വർക്ക് പ്ലേസിൽ ഇങ്ങനെ പറയാറുണ്ട്, മീറ്റിങ്ങിന് സമയത്ത് എത്തൂ. ബി ഓൺ ടൈം ഫോർ ദ മീറ്റിംഗ്. ബി ഓൺ ടൈം എന്ന് വെച്ചാൽ കൃത്യസമയത്ത് വരണമെന്ന്. ബി ഓൺ ടൈം ഫോർ ദ മീറ്റിംഗ്. അപ്പൊ ഇതെങ്ങനെ പറയും? തയ്യാറാകൂ. ബി റെഡി. തയ്യാറായിരിക്കൂ എന്നുള്ള അർത്ഥത്തിലെ ബി റെഡി. അപ്പൊ ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ പറയാം. കഠിനമായി പ്രയത്നിക്കാൻ തയ്യാറാകൂ, അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകൂ എന്ന്. അപ്പൊ അതെങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത്? ബി റെഡി ടു വർക്ക് ഹാർഡ്. ബി റെഡി ടു വർക്ക് ഹാർഡ്. മനസ്സിലായോ? ബി കഴിഞ്ഞിട്ട് ആഡ്ജക്റ്റീവ് വന്നു, ബി റെഡി. അത് കഴിഞ്ഞ് ടു കഴിഞ്ഞ് വെർബ്. ബി റെഡി ടു വർക്ക് ഹാർഡ്. വെല്ലുവിളികളെ നേരിടാൻ ഒരുങ്ങിയിരിക്കൂ. ലൈഫായാലും അങ്ങനെയാണല്ലോ. എന്ത് പറയും? ബി പ്രിപ്പയർഡ് ടു ഫേസ് ചാലഞ്ചസ്. വെല്ലുവിളികൾ, ചാലഞ്ചസ്. അപ്പൊ എന്താ പറയുന്നത്? ബി പ്രിപ്പയർഡ്, ഒരുങ്ങിയിരിക്കൂ എന്ന്. ബി പ്രിപ്പയർഡ് ടു മീറ്റ് അല്ലെങ്കിൽ ടു ഫേസ് ചാലഞ്ചസ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടൂ അല്ലെങ്കിൽ സന്നദ്ധരാകൂ. എന്ത് പറയും? ബി വില്ലിംഗ് ടു ലേൺ ന്യൂ തിങ്സ്. ബി വില്ലിംഗ്, സന്നദ്ധത കാണിക്കൂ എന്നാണ്. ബി വില്ലിംഗ് ടു ലേൺ ന്യൂ തിങ്സ്. കണ്ടോ ആ വന്ന ആ ഒരു രീതി എങ്ങനെയാന്ന് കണ്ടോ? ബി വില്ലിംഗ്. അവിടെ വില്ലിംഗ് എന്ന് വെച്ചാൽ അതൊരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് വന്നത്. സന്നദ്ധതയുള്ള ഒരവസ്ഥ. ബി വില്ലിംഗ് ടു ലേൺ ന്യൂ തിങ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ നെഗറ്റീവ് ആയിട്ട് നമ്മൾ എങ്ങനെയാ പറയാ? ഇപ്പോ സമയത്ത് വരൂ അല്ലെങ്കിൽ സമയത്ത് എത്തൂ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബി ഓൺ ടൈം എന്ന് പറയും അല്ലെ. അപ്പൊ ലേറ്റ് ആകാതിരിക്കൂ എന്ന് പറയണമെങ്കിലോ ഡോണ്ട് ബി ലേറ്റ് എന്ന് പറയും. അവിടെ ഡോണ്ട് ബി അങ്ങനെയാ പറയാ, ഡോണ്ട് ബി ലേറ്റ്. ഭയപ്പെടാതിരിക്കൂ, ഡോണ്ട് ബി എഫ്രെയ്ഡ്. അപ്പൊ ഭയപ്പെടൂ എന്നാണെങ്കിൽ ബി എഫ്രെയ്ഡ് എന്ന് പറയണം. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ ഡോണ്ട് ബി എഫ്രെയ്ഡ്. അപ്പൊ അവിടെ എപ്പോഴും ഈ ഡോണ്ട് ആണ് വരിക, ഡസിന്റ് ഒരിക്കലും വരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് യു അല്ലേ. യുവിന്റെ കൂടെ ഡോണ്ട് അല്ലേ വരുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെന്റൻസസിൽ ബിയുടെ മുൻപിൽ നമ്മൾ എപ്പോഴും ഡോണ്ട് തന്നെ ആഡ് ചെയ്യുന്നത് നെഗറ്റീവ് ആക്കാൻ. അപ്പൊ ഇവിടെ ഡോണ്ട് ബി എഫ്രെയ്ഡ്. ഇത് തന്നെ നമുക്ക് ഒരു പാറ്റേണിലേക്ക് കൊണ്ടുപോകാം. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടാതിരിക്കൂ. അവിടെ എന്ത് പറയും? ഡോണ്ട് ബി എഫ്രെയ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഡോണ്ട് ബി എഫ്രെയ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. റിസ്ക് എടുക്കാൻ ഭയപ്പെടാതിരിക്കൂ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, റിസ്ക് എടുത്താലേ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ. എന്ത് പറയും? ഡോണ്ട് ബി എഫ്രെയ്ഡ് ടു ടേക്ക് റിസ്ക്സ്. അപ്പൊ ആ ഒരു പാറ്റേൺ കണ്ടോ? ഡോണ്ട് ബി എഫ്രെയ്ഡ് ടു ടേക്ക് റിസ്ക്സ്. സഹായം ആരോടെങ്കിലും ചോദിക്കാൻ നാണക്കേട് വിചാരിക്കാതിരിക്കൂ എന്നാണ് പറയേണ്ടത്. അതിൽ നാണക്കേട് കരുതാതിരിക്കൂ എന്ന്. എന്ത് പറയും? ഡോണ്ട് ബി ഷൈ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. സഹായത്തിന് വേണ്ടി ചോദിക്കാൻ, സഹായം ആവശ്യപ്പെടാൻ. ഡോണ്ട് ബി ഷൈ ടു ആസ്ക് ഫോർ ഹെൽപ്പ്.
അപ്പൊ പാറ്റേൺ ഒരേപോലെയാ. ഡോണ്ട് ബി എഫ്രെയ്ഡ്, ഡോണ്ട് ബി ഷൈ, ഡോണ്ട് ബി ഷൈ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഇപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ബി വെച്ച് തുടങ്ങുന്ന തരം സെന്റൻസസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരുടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ എന്ന് നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ ഒരു കമാൻഡ് പോലെ പറയാനൊക്കെയാണ് നമ്മളത് പറയുന്നത്. അതുപോലെ ചെയ്യരുത് എന്ന് പറയാൻ ഒരു ഡോണ്ട് ആദ്യം ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത വാക്കിലേക്ക് കിടക്കുകയാണ്, ബീൻ. ഈ വാക്കുണ്ടല്ലോ, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രോങ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ബീൻ ആണെങ്കിലും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ അതൊന്ന് ഷോർട്ട് ആക്കിയേ പറയാറുള്ളൂ. ബിൻ എന്ന് മാത്രമാണ് പൊതുവെ പറയുക കേട്ടോ. അപ്പൊ ഇത് വെച്ച് നമ്മൾ എപ്പോഴെങ്കിലും സെന്റൻസസ് തുടങ്ങാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഗ്രമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബീൻ വെച്ചിട്ട് സെന്റൻസസ് തുടങ്ങാൻ സാധിക്കില്ല, അതാണ് സത്യം. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ വല്ലപ്പോഴും ഇങ്ങനെ ബീൻ ആദ്യം വരാറുണ്ട്. അതെപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് രണ്ട് സാധ്യതകളുണ്ട് അതിന്റെ. ആദ്യത്തത് എന്താന്ന് നോക്കൂ. ഇപ്പൊ നമുക്ക് പറയണം, ഞാൻ ഇവിടെ 2011 തുടങ്ങി ജോലി ചെയ്യുകയാണ്. ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പൊ അതെങ്ങനെയാ പറയുക? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2011 എന്ന് പറയും അല്ലെ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2011. ഇതാണല്ലോ ആ സെന്റൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ ബീൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ആദ്യം ബി കണ്ടില്ലേ, അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ഈ ബീൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്ന വേർബിന് നമ്മൾ റിട്ടൺ എന്ന് പറയില്ലേ, അതിന്റെ മൂന്നാമത്തെ ഫോം. സ്പീക്ക് ആണെങ്കിൽ സ്പോക്കൺ എന്ന് പറയില്ലേ, മൂന്നാമത്തെ ഫോം. അതേപോലെ ബിയുടെ മൂന്നാമത്തെ ഫോം ആണ് ഈ ബീൻ എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പൊ അത് ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള സെന്റൻസസിലാണ്. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 2020. 2020 മുതൽ ഞങ്ങൾ ഇവിടെ കഴിയുകയാണ്, ഇവിടെ താമസിക്കുകയാണ്. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ ബീൻ വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. എപ്പോഴെങ്കിലും ബീൻ വെച്ച് സെന്റൻസസ് തുടങ്ങുമോ എന്നാണ് നമ്മൾ നോക്കിയത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ബീൻ വെച്ച് സെന്റൻസസ് തുടങ്ങുന്നത് സാധ്യമല്ല. പക്ഷെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഈ ഒരു കാര്യം നേറ്റീവ് സ്പീക്കേഴ്സ് പ്രത്യേകിച്ചും ഇങ്ങനെ പറഞ്ഞേക്കാം, ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2011. 2011 തുടങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അതിൽ ആ ഐ ഹാവ് എന്ന് പറഞ്ഞത് അങ്ങ് വിട്ട് കളഞ്ഞേക്കാം ചിലപ്പോ. എന്നിട്ട് പറയുന്നത് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2011 എന്നാണ്. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുക. റിട്ടൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഈ ഐ ഹാവ് ഇല്ലാതെ നമ്മൾ പറയില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചിലപ്പോൾ വല്ല മൂവീസിലോ അല്ലെങ്കിൽ സീരീസിലോ ഒക്കെ നമ്മളിങ്ങനെ കണ്ടേക്കാം. പക്ഷെ ഇതാണ് അതിന്റെ കാര്യം, ആ ഐ ഹാവ് അവിടെ ഉണ്ട്, അതങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ഇതിനു വേണ്ടി ഇന്നത്തെ ദിവസം മുഴുവനും കാത്തിരിക്കുകയായിരുന്നു. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഒരു പക്ഷെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടേക്കാം, ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഓൾ ഡേ. അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഐ ഹവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഓൾ ഡേ എന്നാണ്. ഐ ഹവ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ആ ഭാഗം കേട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഗ്രാമാറ്റിക്കലി ഇത് ശരിയല്ല, പക്ഷെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടേക്കാം. ഇനി ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. ഇതാ ഈ ഒരു ഫ്രേസ് നോക്കൂ, ബീൻ ദേ ഡൺ ദാറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു ഇഡിയമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഇഡിയമാണ് അല്ലെ. പക്ഷെ അതും സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പൊ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവിടെ പോയാലോ, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ പറയുമ്പോൾ, ഇത് ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുള്ളതാ, ഇതെനിക്കറിയാം, ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണിത്, ബീൻ ദേ ഡൺ ദാറ്റ്. ഇപ്പൊ ഈ ഓണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള തിരക്ക് പിടിച്ച സമയമുണ്ടല്ലോ, ഇപ്പൊ ദീപാവലി, നവരാത്രി, ആ സമയത്തൊക്കെ ആരെങ്കിലും നമ്മളോട് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഈ സമയത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോഴുള്ള തിരക്ക് നമുക്ക് നല്ല അനുഭവങ്ങളാണ്, അതിന്റെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല. നമ്മൾ അവരുടെ ആ ഒരു ക്ഷണം നമ്മൾ ഒരു ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിക്ലൈൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അയ്യോ എനിക്ക് താല്പര്യമില്ല, ബീൻ ദേ ഡൺ ദാറ്റ്. മനസ്സിലായോ? അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയാണ്, ഞങ്ങള് ഗിറ്റാർ പ്ലേ ചെയ്യാൻ പഠിക്കുകയാണ്, അപ്പൊ നീ കൂടെ കൂടുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് താല്പര്യമില്ലെങ്കിൽ, നമ്മൾ ഇതിനുമ്പോ ചെയ്ത് നോക്കിയിട്ടില്ലാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ബീൻ ദേ ഡൺ ദാറ്റ്, ഐ ഹവ് ഓൾറെഡി ട്രൈഡ് ഇറ്റ്. അപ്പൊ നമുക്കിത് നേരത്തെ അറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫ്രേസ് പറയുന്നത്. അപ്പൊ അവിടെയും ഈ ബിൻ എന്നുള്ളത് വെച്ചാണ് ഫ്രേസ് തുടങ്ങുന്നത്, ഇഡിയം തുടങ്ങുന്നത്. പക്ഷെ മനസ്സിലാക്കുക, അത് സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രം കാണുന്ന ഒരു യൂസേജ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബി, ബിൻ, ബീയിങ്
സെന്റൻസസിന്റെ ആദ്യം വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പങ്ക്ച്വൽ ആയിരിക്കുന്നത് മഹത്തായ ഒരു ശീലമാണ് എന്നാണ് പറയേണ്ടത്. പങ്ക്ച്വൽ ആയിരിക്കുന്നത് മഹത്തായ ഒരു ശീലമാണ്. അപ്പൊ മഹത്തായ ഒരു ശീലം എന്നുള്ളതിന് ഗ്രേറ്റ് ഹാബിറ്റ് എന്ന് പറയാം. എങ്ങനെയാണ് സെന്റൻസ് പറയുക? അവിടെ ഒരു കാരണമല്ല പറയുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അവിടെ കോമ ഇടേണ്ട കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തത്, സത്യം പറയാൻ ഭയപ്പെടരുത്. സത്യം പറയാൻ ഭയപ്പെടരുത്, ഭയക്കരുത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണത് പറയാന്ന് ആലോചിക്കൂ. നെഗറ്റീവ് സെന്റൻസ് ആണ്, അവിടെ ബി ആണ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൂന്നാമത്തത് നോക്കൂ, ഒരു ഡോക്ടർ ആയിരിക്കുക എളുപ്പമല്ല. ഒരു ഡോക്ടർ ആയിരിക്കുക എളുപ്പമല്ല. നാലാമത്തത് നോക്കൂ, ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ രാത്രിയിൽ വൈകി ജോലി ചെയ്യാറുണ്ട്. മനസ്സിലായോ? അവിടെ ഒരു കാരണമാണ് ആ അവസാനത്തെ സെന്റൻസിൽ വന്നത്. ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ രാത്രി വൈകി ജോലി ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇത് 4 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്താൽ മതി. ആൻസേഴ്സ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് ഉപകാരപ്പെടുന്നവർ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് താമസിയാതെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.